ലാൽബാഗിൽ വന്നിരിക്കുകയാണ്. ബാംഗ്ലൂരിലെ ഏറ്റവും ഫേമസ് ആയ ഗാർഡൻ ആണ് ലാൽബാഗ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഓരോ മരങ്ങൾക്ക് ഓരോ പ്രത്യേകത ഉണ്ട്. നോക്കൂ ഫ്രണ്ട്സ്, ഈ മരം എത്ര ചെറുതാണ്. ഈ മരത്തിന്റെ കടഭാഗം എത്ര വലുതാണ്. കുറെ വർഷം പഴക്കമുള്ള മരമാണ് കേട്ടോ ഇത്. ഇത്തരത്തിലുള്ള മരങ്ങൾ കാരണമാണ് കേട്ടോ ഈ ഗാർഡൻ നല്ല സ്പെഷ്യൽ ആയിട്ടിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു അമ്പലം ഉണ്ട് കേട്ടോ. നോക്കൂ ഫ്രണ്ട്സ്, ഈ മരത്തിന്റെ പൂവ് എന്ത് ഭംഗിയല്ലേ കാണാൻ, എന്ത് സ്പെഷ്യൽ ആയിട്ടാ. കുറെ തേനീച്ചക്കൂടുള്ള കാരണം തന്നെ അവിടെ കെട്ടിയിട്ടിരിക്കുന്നത് പൂവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫ്രണ്ട്സ്. ഈ മരത്തിന്റെ മുകളിൽ നിറച്ച് തേനീച്ചക്കൂടാണ് കേട്ടോ. നോക്കൂ ഫ്രണ്ട്സ്, ഇവിടെ ലാൽബാഗിന്റെ മാപ്പ് ഉണ്ട്. ഇവിടെ എല്ലാ സ്ഥലങ്ങളും ലാബിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കൂ ഫ്രണ്ട്സ്, ഇവിടെ പല തരത്തിലുള്ള പൂവുകളൊക്കെ കാണാട്ടോ. നോക്കൂ ഫ്രണ്ട്സ്, ഇത് എന്തൊരു ഡിഫറെന്റ് ആണ് മറ്റേ പൂവിനേക്കാളും. ഇവിടുത്തെ ഈ ചെടികളെ കാണാൻ എന്ത് രസമാണ്. ഈ ചെടികൾ നോക്കൂ ഫ്രണ്ട്സ്, നന്നായിട്ടില്ലേ? കമന്റ് ചെയ്യൂ. എന്റെ പിന്നിലെ മരം നോക്കൂ ഫ്രണ്ട്സ്, ഈ മരം കാണാൻ എത്ര വലിപ്പമുള്ള മരം. ഈ മരം കാണാൻ എന്ത് പ്രത്യേകതയാ. ഈ തടി വ്യത്യസ്തമായിരിക്കുന്നുണ്ട് കേട്ടോ ഈ മരത്തിന്റെ. ഈ ഭാഗത്തായിട്ട് നിറയെ മുളം ചെടികൾ ഉണ്ട് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, വലിയൊരു പാറയാണ് കേട്ടോ നിങ്ങളിത് കാണുന്നത്. ചെറിയൊരു അമ്പലം കൂടി ഉണ്ട്, നമുക്ക് അവിടേക്ക് കയറാം. ഈ പാറയുടെ മുകളിൽ നിന്നിട്ട് പിന്നത്തെ വ്യൂ നോക്കൂ ഫ്രണ്ട്സ്, എന്ത് രസാ. അപ്പൊ ഞാൻ മുകളിലെത്തിട്ടോ ഫ്രണ്ട്സ്. ഇവിടെ ചെറിയ ചെറിയ ഫ്രൂട്ട്സ് കടകളൊക്കെ കാണാട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് കേട്ടോ. ഇവിടെ പ്രാവുകൾക്ക് വേണ്ടി വലിയൊരു കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കുറെ ഹോൾസ് ഉണ്ടായില്ല, എന്നിട്ട് ഈ പ്രാവുകളൊക്കെ ഇരിക്കുന്നത്. ഇവിടെ ഒരുപാട് മരങ്ങളോട് ഉണ്ടാക്കിയ പ്രതിമകളുണ്ട് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻസ് ഡേക്ക് റിപ്പബ്ലിക് ഡേക്ക് ഇവിടെ ഫ്ലവർ ഷോ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇവിടെ എന്തോ മുളകം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലാൽബാഗ് ലേക്കിലേക്ക് പോകാം. ഇതാണ് കേട്ടോ ലേക്കിന്റെ വ്യൂ.